ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡേ 44, എപ്പിസോഡ് 45. ഒരുപാട് കാര്യങ്ങൾ ഈ വീക്കെൻഡിൽ നടന്നു. ലാലേട്ടൻ വന്ന് റോസ്റ്റ് ചെയ്തു. അതിൽ സിബിൻ വല്ലാതെ റോസ്റ്റഡ് ആയിപ്പോയി. അതിനുശേഷം സിബിൻ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് ഫീലിങ്സ് ആയിട്ട് ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. അപ്പോൾ സിബിൻ പറയുന്നത് അതിനകത്തുള്ള ഇഷ്യൂ അല്ല, അല്ലാതെയാണ്. എനിക്ക് പണ്ടേ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതെല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ ശ്രീതുവാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. അപ്പോൾ ശ്രീതുവിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടിരുന്ന ഇതുവരെ ശ്രീതു ഒരു മൂലക്കിരിക്കുകയാണ്. എല്ലാവരും കളിയാക്കി. വാഴകളുടെ കൂട്ടത്തിൽ ഒന്ന് ശ്രീതു ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റനായ ശേഷം ശ്രീതു കുറച്ചൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. കുറച്ച് പവർ വെച്ചിട്ടുണ്ട്. അതിൽ ശ്രീതു എപ്പോഴോ ലൈവിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ആദ്യമൊക്കെ ശ്രീതു ഇരുന്ന് നോക്കുകയായിരുന്നു. ഒന്നും മനസ്സിലായില്ല എന്താണ്. പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്ന് വന്നതും കൂടിയാണല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പം ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ കളികളെ പറ്റി ശരിക്കുള്ള ഒരു അറിവും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആദ്യമൊക്കെ വാച്ച് ചെയ്ത് ഒരു മൂലയ്ക്ക് തന്നെ ഇരുന്നത്. എങ്ങനെ ബിഹേവ് ചെയ്താൽ അവിടെ സർവൈവ് ആകാം എന്നുള്ളതൊന്നും ഒരിടത്തും പിടിയും കിട്ടില്ല. ആദ്യം പകച്ച പണ്ടാരടങ്ങി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. പക്ഷെ ഇപ്പോൾ ഇത്രയും 44 ഡേയ്സ് അല്ലെങ്കിൽ 45 ഡേയ്സ് എടുത്തു ഒന്ന് ശരിയായി വരാൻ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ. അപ്പോൾ ശ്രീതുവിൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വോയിസ് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ ജിൻഡോയോട് തന്നെ, ജിൻഡോ എല്ലാവരോടും കയറി ഉടക്കിട്ട് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കുകയാണോ അതോ ശരിക്കുള്ള ഒരു ക്യാരക്ടറാണോ എന്നറിയില്ല. എല്ലാവരോടും ജിൻഡോ കൊമ്പ് കോർക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ജിൻഡോ, എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ നന്നായിട്ട് അതിനകത്ത് ഗെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് ജെന്യൂനായിട്ടും തോന്നും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് കള്ളം പറയുമെങ്കിലും നന്നായിട്ട് തന്നെ തോന്നാറുണ്ട്. ജിൻഡോയുടെ പവർ എപ്പോഴും ജിൻഡോ കാണിച്ചുകൊണ്ടിരിക്കും. അതിന് ക്യാപ്റ്റൻ ആയാലും പുറത്തു നിന്നിട്ടായാലും എന്തായാലും ജിൻഡോയുടെ വഴിക്ക് തന്നെ പോകും. ജിൻഡോയെ ആർക്കും അധികം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇരക വന്നിട്ട് സിബിൻ്റെ അടുത്തിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ മൂഡ് ഔട്ടൊക്കെ മാറ്റി ഗെയിമിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ സിബിൻ അതിനൊന്നും റെഡിയാകാത്തതാണോ, മൈൻഡ് സ്റ്റാറ്റസ് ഒന്നും റിവേഴ്സ് ചെയ്ത് വരുന്നില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചെടുത്ത് അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗബ്രി ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ലാലേട്ടൻ വന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഒരുപാട് മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ഞാനൊക്കെ വിചാരിച്ചു ഗബ്രി ഇട്ടിട്ട് പോകുമായിരിക്കുന്നു. പക്ഷേ റിവേഴ്സ് മോഡിൽ തന്നെ വന്ന് ഇപ്പം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഉള്ള ഗെയിം പ്ലാൻ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്, അതേപോലെ സിബിൻ നല്ലൊരു പ്ലെയറാണ്. എല്ലാവരും സിബിൻ്റെ കൂടെയാണ്. പക്ഷെ അകത്ത് നിൽക്കുന്ന സിബിൻ അത് മനസ്സിലാവില്ലല്ലോ. എനിക്ക് തോന്നുന്നു സിബിൻ ആകെ നെഗറ്റീവായി, പ്രേക്ഷകരെല്ലാം സിബിനെതിരെയായി എന്ന് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് ഒരു ഹിൻ്റ് അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ആകെ പേടിച്ചു പോയി. അതായിരിക്കും പറഞ്ഞത് എനിക്ക് പുറത്തൊരു ജീവിതമുണ്ട്, എനിക്ക് ഇവിടുത്തതല്ല ഇമ്പോർട്ടൻ്റ് എന്ന്. എന്തായാലും പുറത്ത് പോയി ഇപ്പോൾ എവിടെയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസിൻ്റെ അണ്ടറിലാണോ ഇരിക്കുന്നത് അതോ പുറത്ത് പോയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പുറത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ ഈ 44th എപ്പിസോഡിൽ പിന്നെ കണ്ടത് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മോർണിംഗ് ഗെയിം എന്നുള്ള ഒരു രീതിയിൽ നമുക്കിഷ്ടമുള്ള ഒരാളെ പറ്റി ഫുൾ അവരുടെ നെഗറ്റീവ്സ് പറയുക എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പറയുക, അവരുടെ ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ് പറയുക. അപ്പോൾ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് മാക്സിമം സിബിൻ്റെ മൂഡ് ഔട്ട് മാറ്റാൻ നോക്കുന്നുണ്ട്. പലതവണ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചോ, അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ ഇതെല്ലാം ശരിയാകും, സിബിൻ പോയി പഴയ മൂഡിലോട്ട് വരൂ, ഗെയിമിൽ ആക്റ്റീവ് ആകും എന്നൊക്കെ പറയുമ്പോൾ സിബിൻ പറയുന്നുണ്ട് ആകുമായിരിക്കും അല്ലേ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല, മാക്സിമം ഞാൻ ട്രൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി സൈക്കോളജിസ്റ്റ് കുറേയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെയും സിബിൻ അങ്ങോട്ട് കൺട്രോൾ ആകാൻ പറ്റുന്നില്ല. വന്നിരുന്ന് ശ്രീരേഖയോട് പറയുന്നതാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. പിന്നെ ആകെ നമുക്ക് അറിയാമല്ലോ, ആദ്യം വന്ന് സിബിനും ആഫ്റ്റർ ദിസ് വീക്കിൻ്റെ സിബിനും തമ്മിൽ എത്രയോ ഡൗൺ ആയിപ്പോയി. ഒരു മൂലയ്ക്ക് പോയിരിക്കുന്ന സിബിനെയാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും സിബിനെ പറ്റി വളരെ പ്രതീക്ഷയാണ്. അപ്പോൾ ഇങ്ങനത്തെ സിബിനെ നമ്മൾക്കാർക്കും കാണാൻ ഇഷ്ടമല്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് സിബിന് വേണ്ടിയിട്ട് പഴയ ഒരു മൂഡിലേക്ക് തിരിച്ചു വരാൻ. പിന്നെ പറയുന്ന ഒരു ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ, ഒരാളെ പറ്റി ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരാളെ പറ്റി വേറൊരാൾ കംപ്ലീറ്റ് അവരുടെ ക്യാരക്ടറിൻ്റെ എഗെയിൻസ്റ്റ് പറയണം, നുണ പറയണം. അതായത് നല്ലതാണെങ്കിൽ അത് അവർ നല്ലതല്ല എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം.
അങ്ങനെ ഋഷി വന്നിട്ട് നോറയെ പറ്റിയാണ് പറയുന്നത്. നോറയുടെ ക്യാരക്ടർ നമുക്കറിയാമല്ലോ, എപ്പോഴും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കും, കംപ്ലൈൻറ്റ് പറയും, വഴിയെ പോകുന്ന എന്തിനേയും ചാടി പിടിക്കും, ഇതല്ല. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഋഷി പറഞ്ഞത്. ശ്രീരേഖ പറഞ്ഞ് ജിൻഡോയെ പറ്റി. ജിൻഡോ ഭയങ്കര പവർഫുള്ളാണ്, ജിൻഡോ നുണ പറയത്തില്ല, എന്തൊക്കെയാണോ ജിൻഡോയുടെ ക്യാരക്ടർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പിന്നെ അവിടെ ആകെ ഒരു വെടിപൊട്ടിയെന്ന് പറയുന്നത് ജിൻഡോ വന്നിട്ട് രശ്മിൻ ബായിയെ പറ്റി പറയുന്നത്. ആദ്യം രശ്മിനും ജിൻഡോയും ഭയങ്കര കൂട്ടായിരുന്നു, പിന്നെ അവരെപ്പോഴൊക്കെയോ പിണങ്ങി. കാരണം രശ്മിൻ എന്ന് പറയുന്നത് ഒരു വേറൊരു ക്യാരക്ടറാണ്, ജിൻഡോ അതൊന്നും വകവെച്ച് കൊടുക്കത്തുമില്ല. അപ്പോൾ അവർ നേരെ ഓപ്പോസിറ്റ്. റസ്മിൻ പലതവണ പറയുന്നുണ്ട്, ഈവൻ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ മനുഷ്യനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ ഒഴിവാക്കി വിടും എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ ഈ വീട്ടിൽ? അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള ഒരു സംസാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് രശ്മിൻ ബായിയോട് അപ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. കാരണം എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന, അപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. രശ്മിൻ പലപ്പോഴും പാർഷ്യാലിറ്റി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്, ജിൻഡോയെ എടുത്ത് പാർഷ്യാലിറ്റി കാണിക്കുന്നത്. ഗബ്രിയും ജാസ്മിൻ എന്ത് പറഞ്ഞാലും അവരെ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്യുകയും, ജാസ്മിൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ജാസ്മിൻ എന്ത് ഇഷ്യൂവിൽ വന്നാലും ഗബ്രി ഓടി വന്നിട്ട് ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഗബ്രിക്ക് അവിടെ ഒരു സംസാരിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി ഗബ്രി വന്നിട്ട് മറ്റുള്ളവരെ ഫയർ ചെയ്യും. അതേ നിലപാടാണ് രശ്മിൻ ബായി ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗബ്രിയോട് ദേഷ്യം തോന്നുന്നു അത്രത്തോളം രശ്മിൻ ബായി എന്താ ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ആണോ, ആ ഒരു രീതിയിലാണ് രശ്മിൻ ബായി. അതായത് മറ്റുള്ളവരെ എത്ര ശരി ചെയ്യുന്നു എന്ന് നോക്കുന്നില്ല, എന്തോന്നാലും കണ്ണുടച്ചിട്ട് രശ്മിൻ ബായിക്ക് ഇടപെടേണ്ടാത്ത കാര്യങ്ങൾ കൂടി ഇടപെടുന്നുണ്ട്. അപ്പോൾ പൊതുവെ എന്നെ സംബന്ധിച്ച് രശ്മിൻ ബായി ഗബ്രിയെ പോലെ തന്നെ വെറുക്കപ്പെട്ടവളാണ് എനിക്കും. അങ്ങനെ ജിൻഡോ വന്നിട്ട് പറഞ്ഞത് ശരിക്കും നുണയാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നും പ്രതിഷേധിക്കാൻ പറ്റില്ല. രശ്മിൻ ഇവർ വന്നിട്ട് കുറച്ച് പുറത്തു പോയി മീൻസ് ബിഗ് ബോസിൻ്റെ അണ്ടറിൽ തന്നെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, അതെവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ട് രശ്മിൻ ലിപ്സ്റ്റിക്ക് കൊണ്ടോ ഐ ഷാഡോ കൊണ്ടോ എന്തോ സംഭവം കൊണ്ടിട്ട് ടിഷ്യൂ പേപ്പർ റൂമിൽ എഴുതി അവിടുത്തെ ബാസ്ക്കറ്റിൻ്റെ ഏറ്റവും അടിയിലിട്ട്, അപ്പോൾ മറ്റേ ജാസ്മിനോടോ ഗബ്രിയോടോ ഒക്കെ അത് പോയി എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അർജുൻ ശ്രീതു കോംബോ പുറത്ത് പോസിറ്റീവാണ്, അതേസമയം ഋഷി ജാസ്മിൻ കോംബോ നെഗറ്റീവാണ് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് അവിടെ പാസ് ചെയ്തത്. തികച്ചും ബിഗ് ബോസ് റൂളിന് അതിന് തെറ്റാണ്. നേരത്തെയും ജാസ്മിന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ ജാസ്മിൻ ആൻഡ് ഗബ്രി കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിന് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് അവർ അവർക്കത് മനസ്സിലായി, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, അത് എന്തായാലും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് ജിൻഡോ മനസ്സിലാക്കി. ജിൻഡോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒബ്സർവേഷനാണ്, എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരാളാണ് ജിൻഡോ മണ്ടനാണ് എന്ന് എപ്പോഴും പറയും, പ്രത്യേകിച്ച് ഗബ്രി പറയും മണ്ട 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 എന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ഒരു മനുഷ്യൻ ഈവൻ മണ്ടനാണെങ്കിൽ കൂടി നമ്മൾ അവരെ അധിക്ഷേപിക്കാൻ പാടില്ല, ഏത് പ്ലാറ്റ്ഫോമിലായാലും. മണ്ടനല്ലേ നീ മണ്ടനല്ലേ എന്ന് പറയുമ്പോൾ അയാൾ ശരിക്കും മണ്ടനല്ല, നമുക്കത് മനസ്സിലാവും. അയാൾ ശരിക്കും നന്നായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുകയാണ്, പക്ഷേ അയാൾ ഓവർ എക്സ്പ്രസ് ചെയ്യത്തില്ല. ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ ഓവർ എക്സ്പ്രസ് ചെയ്യത്തില്ല. മറ്റുള്ളവർ മണ്ടനെന്ന് വിളിക്കുമ്പോൾ അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത രീതിയിലാണ് കാണിക്കുന്നത്. ഈവൻ ലാലേട്ടൻ പോലും പപ്പറ്റിൻ്റെ ബൊമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാച്ചു പോലെ കൊടുത്തിട്ട് ആദ്യം മണ്ടൻ എന്നുള്ള ഇതൊക്കെ ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രില്യൻ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്നുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും, പക്ഷെ ഒരു മണ്ടൻ എന്നുള്ള ഒരിത് തികച്ചും തെറ്റാണ്. അത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നായാലും അതിന് അവരുടെ റെസിഡൻസിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാം അത് ഒരാൾ ആക്ഷേപിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ജിൻഡോയ്ക്ക് കിട്ടുന്നതും. ജിൻഡോ പല കള്ളങ്ങളും പറയുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ട്, പക്ഷെ എന്നാൽ കൂടി ഒരു എതിർപ്പ് അവിടെ വരുന്നില്ല. അപ്പോൾ അത് ജിൻഡോയുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. മറ്റുള്ളവരുടെ എങ്ങനെ ഇഷ്ടം പിടിച്ചു പറ്റാമെന്ന് ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം. അത് ഒരു മണ്ടനായതുകൊണ്ടല്ല, അതൊരു ബ്രില്യൻറ്റ് പ്ലെയർ ആയതുകൊണ്ടാണ്. എപ്പോഴും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഓവർ എക്സ്പ്രസ് ചെയ്യത്തില്ല, അതാണ്. അപ്പോൾ ഈ പറഞ്ഞ സംഭവം അവിടെ ഭയങ്കര ഒരു ഗെയിം, അതായത് ഭയങ്കര കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വയസ്സായിട്ടാണ് ജിൻഡോ പറഞ്ഞത്. കാരണം ആർക്കും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നുണയാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ ഇത് നുണയാണ് പറയുമ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ പറയാമല്ലോ, നുണയല്ലേ പറയേണ്ടത്, അപ്പോൾ അതിന് മേൽ ഇഷ്യൂ ഉണ്ടാക്കുന്നല്ല എന്തിനാ. പക്ഷേ അതൊരു സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ രശ്മിൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കി, പിന്നെ അത് നമ്മൾ എപ്പിസോഡിൽ കാണിക്കുന്നില്ല.
കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി മീൻസ് ഇവരുടെ പവർ ടീമിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അത് നുണ വെച്ചിട്ട് ചെയ്യേണ്ട ഗെയിമായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. മാത്രമല്ല, ആ ഒരു കംപ്ലൈൻറ്റ് പോയപ്പോഴത്തേക്കും അത് ഉറപ്പായിട്ട് എല്ലാവരുടെ അടുത്തെത്തുക, അത് പ്രേക്ഷകരുടെ അടുത്തെത്തുകയും കുറച്ചുകൂടി സീരിയസ് ആവുകയും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇപ്പം നടക്കുന്ന ഇന്നൊക്കെ ലൈവിൽ കണ്ട നാടകങ്ങളൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്, ജാസ്മിൻ്റെയും ഗബ്രിയുടെയും. തീർച്ചയായിട്ടും അവരൊന്നിച്ച് നിന്നാൽ പ്രേക്ഷകരുടെ ഇടയിൽ ജനപ്രീതി കുറയുകയുള്ളൂ, നമുക്കൊക്കെ ഇഷ്ടമില്ലാണ്ടാകുകയുള്ളൂ. വീണ്ടും ബിഗ് ബോസ് സിബിനെ വിളിച്ചു. സിബിന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതായത് സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, സിബിന് മെൻ്റൽ റെസ്റ്റ് ആവശ്യമുണ്ട്, അതായത് ഒന്ന് കാം ഡൗൺ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ സിബിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, കണ്ണ് കെട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും. അത് മാക്സിമം തിരിച്ചു വരാനുള്ള ചാൻസാണ് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം നല്ല കണ്ടസ്റ്റൻസ് വന്നിട്ട് ഒരാൾ മാത്രം പോരാ, കുറേ ആൾക്കാർ വരട്ടെ. ഇന്നിപ്പോൾ സിജോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നല്ല ഒരു കുഴപ്പമുണ്ടാകും, പ്രേക്ഷകർക്ക് കാണാനും നല്ലതായിരിക്കും. പിന്നെ ഒരു ഗെയിമല്ല, ഒരു കവിത സ്വയമേ ഉണ്ടാക്കിയിട്ട് സിനിമ പാട്ടൊന്നും പറയില്ല, അന്താക്ഷരി കളിക്കാനായിട്ട്. അതിൽ ശ്രീരേഖ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അൻസിബയും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ അപ്സര കുറച്ച് വെറുതെ, അപ്സര അർജുൻ ടീം വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ പൊതുവെ എനിക്കിപ്പോൾ അപ്സരയെ പറ്റി പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ അപ്സരയ്ക്ക് ബെസ്റ്റ് ക്യാപ്റ്റൻ കിട്ടിയ ശേഷം അപ്സര ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അതായത് ഓവർ കോൺഫിഡൻസ് എന്നൊരു സംഭവം അപ്സരയുടെ മൈൻഡിൽ, ഞാൻ സംതിങ് ആണ് എന്നുള്ള ഒരിത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഗ്രൂപ്പിസം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്സരയുടെ പെർഫോമൻസ് ഇപ്പോൾ വളരെ മോശമാണ്. പിന്നെ അർജുനൊക്കെ സാധാരണ രീതിയിൽ നടക്കുന്നുണ്ട്. അർജുൻ്റെ ഒന്നും പെർഫോമൻസ് അങ്ങനെ വലിയ ഒരു ഇതാണെന്നൊന്നും പറയാനില്ല. ജാസ്മിൻ നല്ല ഒരു കാലിബറുള്ള കണ്ടസ്റ്റൻ്റാണ്, പക്ഷേ പല ചലന്തി വലകൾക്കുള്ളിലായി പോയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും പറ്റി ഇനിയിപ്പോൾ നമ്മൾ ഇവാലുവേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല, സിബിൻ പുറത്തു പോയത് മാത്രമാണ് അവിടെ നടന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡുമായിട്ട് നാളെ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്, ബൈ ബൈ, സി യു.